സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡാണ്. സെക്കൻഡ് ചാനൽ ഉണ്ട്. സോ അത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വിശ്വസിക്കാതെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിന്റെ വേര് പോലത്തെ സാധനം വെച്ചുകൊണ്ടാണോ നീ സിൽവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഫൈനലി എനിക്ക് സിൽവർ സ്പിയർ കിട്ടാൻ വേണ്ടി പോവുകയാണ്. ഇന്നറോ നിന്റെ ഒരു ഗോൾഡൻ സ്പിയർ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്, അത് പൊട്ടിപ്പോയായിരുന്നല്ലോ. അല്ല വർക്ക് ആവേണ്ടത്, പകരം നിന്റെ കൈയാണ് വർക്ക് ആവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊഹാക്കു അവനെ അടിച്ച് തറയിലിടുകയാണ്. സിൽവർ സ്പിയർ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ജീനറോ ഇപ്പോൾ ഒരുപാടധികം സന്തോഷത്തിലാണ്. സേക്കുനോട് താങ്ക് യു പറയുന്ന സമയത്ത് നമ്മുടെ സേക്കു പറയുകയാണ്, താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല, ഇത് എന്റെ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ നിനക്ക് ഉണ്ടാക്കുന്നത്, നീ ആയിരിക്കും ഇനി ഞങ്ങളുടെ ബോഡി ഗാർഡ്. എനിക്ക് ഗോൾഡൻ സ്പിയർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തിൽ നമ്മുടെ ജീനോ അവരുടെ മുന്നിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കുന്ന ഈ സ്പിയർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാ. പിടിക്കുന്ന സമയത്ത് ഈ സ്പിയറിന്റെ കളർ ബ്ലാക്ക് കളറിലായ നീ അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറിക്കോണം, നീ മരിക്കും. അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിഷനാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ സേക്കു അവനോട് പറയുന്നു. ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം കൊണ്ട് മെഡിസിൻ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് അവർ നമ്മുടെ സേക്കുവിനോട് ചോദിക്കുകയാണ്. കെമിക്കൽസ് നമുക്ക് അത് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നീ എന്തുവാടാ കാണിക്കുന്നത്? ഞങ്ങളുടെ പുറകെയാണോ നീ വരുന്നത്? ഞങ്ങളുടെ മുന്നിൽ കൂടെ അല്ലേ നടക്കേണ്ടത്? ഞാൻ പേടിച്ചിട്ടാ, അഥവാ ഞാൻ മുന്നിൽ കൂടെ നടന്നാൽ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ. ഇത് കേട്ട കൊഹാക്കയാണെങ്കിൽ നമ്മുടെ ജീനറോനോട് സ്പിയർ ചോദിക്കുകയാണ്. ഞാൻ തരത്തില്ല, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് നമ്മുടെ ജീനറോ പറയുന്നു. അവർ നടന്ന് നീല കളറിലെ വെള്ളമുള്ള സ്ഥലത്തിലേക്ക് അവർ എത്തുകയാണ്. ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് നമ്മുടെ സേക്കുവും പറയുന്നുണ്ട്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഒരു കാര്യം ഇമാജിൻ ചെയ്തിട്ട് നമ്മുടെ ജീനോ അതിന്റെ അടുത്തേക്ക് പോവുകയാണ്. തെറ്റായിട്ടുള്ള സ്ഥലത്താണോ എത്തിയേക്കുന്നത് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്തല്ല, നമ്മൾ ശരിയായിട്ടുള്ള സ്ഥലത്താണ് എത്തിയേക്കുന്നതെന്ന് നമ്മുടെ സേക്കു പറയുന്നു. സൾഫർ ഹൈഡ്രോക്സൈഡ് പ്ലേസിലാണ് ഇത് ഫോം ആവുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിനെ പോലെ ഇരിക്കുന്നതാണ്. മാത്രമല്ല അതേ സമയത്ത് തന്നെ ഇത് പോയിസൺ ഗ്യാസും റിലീസ് ചെയ്യുമെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. തന്നെ നമ്മുടെ ജീനറോ ആണെങ്കിൽ ഏഞ്ചലിനെ ഇമാജിൻ ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവന്റെ സ്പിയർ പെട്ടെന്ന് ബ്ലാക്ക് ആകുന്നു. അങ്ങോട്ട് പോകരുതെന്ന് നമ്മുടെ സേക്കു പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കു ഓടി വന്നിട്ട് അവനെ രക്ഷിക്കുകയാണ്. സമയത്ത് തന്നെ അങ്ങോട്ട് പൊക്കോണ്ടിരുന്ന രണ്ട് ക്രോസ് ആണെങ്കിൽ ആ പോയിസൺ ഗ്യാസ് കാരണം അവിടെ മയങ്ങി വീഴുകയാണ്. സമയത്ത് തന്നെ നീ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ഏഞ്ചൽ ഒരു മോൺസ്റ്ററിനെ പോലെ ആകുകയാണ്. നമ്മുടെ ജീനർ ഒരുപാടധികം നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. 5th സെഞ്ചുറിയിൽ ഒരു ആൽക്കമിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്, സൾഫ്യൂറിക് ആസിഡ്. കാലത്ത് ഈ സാധനം വെച്ച് ഒരുപാടധികം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ രക്ഷിക്കണമെന്നുള്ളത് എന്റെ ആവശ്യമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പോയി എടുക്കാം. നീ എന്തോരം പവർഫുൾ ആണെങ്കിലും എന്തോരം സ്പീഡ് നിനക്കുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഞാൻ ഉണ്ടായിരുന്ന കാലത്തെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രൊഫസർ ആണെങ്കിൽ സൾഫ്യൂറിക് ആസിഡ് തപ്പി പോവുകയായിരുന്നു, ഒരു ഷൂലേസ് കെട്ടുകയായിരുന്നു. അങ്ങോട്ട് ആ പോയിസൺ ഗ്യാസ് വരുന്നത് അവർ നിന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് മരിച്ചു. ഇൻസ്റ്റന്റ് ഒരു വഴിയില്ല, സയൻസിനെ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ സേക്കു ഒരു മാസ്ക് ഉണ്ടാക്കുകയാണ്. എക്സ്പെരിമെന്റിൽ നമുക്ക് ട്രയൽ നോക്കാൻ വേണ്ടി സാധിക്കത്തില്ല, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ഇൻസ്റ്റന്റ് ഡെത്ത് ആണ്. ഓക്കെ അടുത്തത് എന്നെ മാസ്ക് റെഡിയാക്കുക. ക്രോം നീ ഈ മിഷനിൽ വരുന്നില്ല, മിഷൻ ഒരുപാടധികം ഡേഞ്ചറസ് ആണ്. ഇതിലുള്ള 2 സയന്റിസ്റ്റും കൂടെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷന് പോയാൽ അത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. നീ ഇവിടെ ഞാൻ പോയിട്ട് വരാം. സിവിലൈസേഷൻ പണ്ടത്തേതുപോലെ തിരിച്ചുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന എല്ലാ സയൻസ് ഞാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് പറഞ്ഞു തരാം. വെയിറ്റ് നിനക്ക് പകരം ഞാൻ റീപ്ലേസ് ആകാനാണോ നീ പറഞ്ഞു വരുന്നത്? ഇങ്ങനെ ചെയ്യണമെന്നൊരു താല്പര്യമില്ല, പക്ഷേ റൂറിയനെ രക്ഷിക്കാൻ വേണ്ടി ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. രണ്ടുപേരും കൂടെ പോയി ചത്താൽ ഈ ലോകത്തിലുള്ള മുഴുവനായിട്ടുള്ള ഒരു സയൻസ് ഇല്ലാതായി പോകും. സേക്കു ഒരപ്പൻ കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കാതെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സെന്റിമെന്റൽ ആയിട്ട് എടുത്തിട്ട് നീ പറയുന്നത് പോലെ എല്ലാം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണെങ്കിലും നീ ജീവനോട് തിരിച്ചു വരും, അതുമാത്രമല്ല ഞാൻ കാണിച്ചു തരും എന്നെ കൊണ്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സൾഫ്യൂറിക് ആസിഡ് ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. മരിച്ചാൽ ഈ ഗെയിം മൊത്തത്തിൽ തന്നെ ഓവറായി. സയൻസ് എന്ന് പറഞ്ഞ ഗെയിം ഓവറായി. ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്ക്. സേക്കു കൂടെ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, നിനക്കും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് കേട്ട സേക്കു പറയുകയാണ്, നീ പറഞ്ഞ പോയിന്റ് ശരിയാണെന്ന്. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സേക്കു സുക്കാച്ചയും അതുപോലെ തന്നെ യുസൂറിയും ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ സുക്കാച്ചയുടെ പേരിൽ നിനക്ക് വേണ്ടി റിസ്ക് എടുത്തു. നിന്റെ ഫ്രണ്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് നിന്റെ മാസ്ക് ക്രിയേറ്റ് ചെയ്യണം. ജീവൻ നിന്റെ കയ്യിലും നിന്റെ ജീവൻ എന്റെ കയ്യിലും എന്ന് അവർ രണ്ടുപേരും പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കു ഒരു പാസ്റ്റ് ആലോചിക്കുകയാണ്. പറയുകയാണ്, എനിക്കറിയത്തില്ല ഞാൻ ഇനി എത്ര കാലം കൂടെ ജീവിക്കുമെന്ന്. തന്നെ അടുത്ത പ്രിൻസസ് നീ ആയിരിക്കണം എന്ന് നമ്മുടെ കൊഹാക്കുവിനോട് പറയുന്നു. കൊഹാക്കുവിന്റെ അച്ഛനും നമ്മുടെ കൊഹാക്കുവിന് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ആകത്തില്ല, റൂറി ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊഹാക്കു അവിടെ നിന്ന് ദേഷ്യത്തിൽ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഒരിക്കലും ഒരു പ്രിൻസസ് ആവണ്ട, റൂറി മരിക്കരുത്. റൂറി മരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മുടെ ക്രോമിനോട് പറയുകയാണ്, എനിക്കറിയാം നിനക്ക് റൂറിനെ ഒരുപാടധികം ഇഷ്ടമാണെന്ന്. നിങ്ങൾ രണ്ടുപേരും കൊച്ചിലെ വളരെയധികം സുഹൃത്തുക്കളാണെന്നും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരുന്നത്. നിനക്ക് നല്ലൊരു മനസ്സ് തന്നു, പക്ഷെ നിനക്കൊരു നല്ല ബോഡി തന്നായിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് റൂറിനെ കിട്ടിയാനെ. ഞാനും റൂറിയുടെ കൂട്ടായിട്ടിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ
എന്നെ കല്യാണം കഴിക്കാൻ പ്രശ്നമുണ്ട്. റൂറി ഒരു പെണ്ണ്, നീ ഗുറില്ല. സമയത്ത് തന്നെ നമ്മുടെ ക്രോമിനെ എടുത്തിട്ട് അടിക്കുകയാണ് നമ്മുടെ കൊഹാക്കു. ഇത് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. ഗ്ലാസ് വെച്ച് തീ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്രോമിന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പൗഡർ ചാർക്കോൾ ആണ് ഇത്, നമ്മുടെ പോയിസണെ പ്യൂരിഫൈ ചെയ്യും. നമ്മുടെ സേക്കു ക്രോമോ അവർക്ക് വേണ്ടിയുള്ള മാസ്ക് റെഡി ആക്കുകയാണ്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കീനറോയ്ക്ക് അവരുടെ കൂടെ പോകാൻ വേണ്ടി വളരെയധികം പേടിയാണ്. പേടിച്ചിരിക്കുന്ന നമ്മുടെ കീനറിനോട് നീ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ സ്പിയർ നമ്മുടെ സേക്കു എടുത്തിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് അത് വാഷ് ചെയ്ത് തിരിച്ച് സിൽവർ ആക്കുകയാണ്. ക്രോമിന്റെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഇരിക്കുന്ന സ്പിയർ ആണെങ്കിൽ പെട്ടെന്ന് ബ്ലാക്ക് ആകുകയാണ്. നമ്മുടെ സേക്കു അങ്ങോട്ട് വന്നിട്ട് നീ പേടിക്കാതെ എന്ന് പറയുന്നു. ഇതിനകത്തുള്ള ചാർക്കോൾ ആണെങ്കിൽ പോയിസൺ പ്യൂരിഫൈ ചെയ്യും. നീ പേടിക്കുന്ന സമയത്ത് നിന്റെ ബ്രീത്തിങ് ഒരുപാടധികം കൂടും. അതുകൊണ്ട് തന്നെ നീ പേടിക്കാതിരിക്കുക. എന്നാൽ അത് വർക്ക് ആകത്തില്ല. നടന്നു പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ സേക്കു പെട്ടെന്ന് തന്നെ നടന്നു പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. സമയത്ത് നമ്മുടെ ക്രോം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരോട് പോകാത്തതോടെ തന്നെ നമ്മുടെ കീനർ ഒരുപാടധികം വിഷമിച്ചിരിക്കുകയാണ്. അത് വളരെയധികം റിസ്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകാതെ നമ്മുടെ കീനറോട് തന്നെ പറയുന്നത്. കീനറോ ഭയന്നുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഭയന്നാൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു കാര്യം കണ്ട് ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോയാൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ക്രാഫ്റ്റ്മാൻ പറയുകയാണ്. ആണെങ്കിൽ മാഗ്മയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഞാൻ വളരെയധികം പേടിച്ച് ഇവിടെ ഒരു പൊട്ടനെ പോലെ ഇരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീനറോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ക്രാഫ്റ്റ്മാൻ പറയുകയാണെങ്കിലും ഞാൻ ഒരു എക്സ്ട്രാ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീനറോ അത് പോയി എടുക്കുകയാണ്. ആസിഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സേക്കുവിന്റെ മാസ്കിൽ ഒരു തുള വരുന്നത്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രോമോ പറഞ്ഞു കൊടുക്കുന്നു. സേക്കു കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നു. തന്നെയായിരുന്നു നമ്മുടെ ക്രോം നിന്ന സ്ഥലം പൊട്ടിട്ട് അവൻ ഡയറക്റ്റ് ആയിട്ട് ആസിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ സേക്കുവിനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങോട്ട് നമ്മുടെ കീനറോ വന്നിട്ട് നമ്മുടെ ക്രോമിനെ രക്ഷിക്കുന്നത്. കീനറോ നിന്റെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സേക്കു പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കീനറോ ഒരുപാടധികം കിടന്ന് ടെൻഷൻ അടിക്കുകയാണ്. കീനറോ എനിക്കറിയാം നീ നിന്റെ പേടിയെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് സാധിക്കും പേടിക്കാതെ നിൽക്കുക. പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കീനറോന്റെ പേടി മുഴുവനായിട്ട് തന്നെ മാറുകയാണ്. കീനറോ വളരെയധികം സീരിയസ് ആകുകയാണ്. അങ്ങനെ അവർ ക്രോമിനെ രക്ഷിച്ച് അത് മാത്രമല്ല സൾഫ്യൂറിക് ആസിഡ് കളക്ട് ചെയ്യുകയാണ്. വളരെയധികം നല്ലതാണ്. സയന്റിസ്റ്റും അതുപോലെ തന്നെ ബോഡി ഗാർഡും കൂടെ ചേർന്നിട്ട് സൾഫ്യൂറിക് ആസിഡ് കളക്ട് ചെയ്തു. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ സ്റ്റോണിന്റെ ഓരോ എപ്പിസോഡ് കഴിയാൻ നേരത്തും വളരെയധികം നല്ലതായിക്കൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രിയിൽ ഞാൻ കുറച്ചധികം വീക്കാണ്. സോ അതുപോലെ തന്നെ ഈ സൾഫ്യൂറിക് ആസിഡ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. ഫ്യൂറിക് ആസിഡ് മാത്രമല്ല മിക്കുള്ള എലമെന്റ്സിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽ പറയാൻ വേണ്ടി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരിക. അങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ഈ ആനിമി സീരീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ അതെല്ലാം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആ ഡൗട്ട് മുഴുവനും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതുമായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് 300 ലൈക്സ് ആണ്. പക്ഷേ 300 ലൈക്സ് ഇതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. സോ ഞാൻ ലൈക്ക് ടാർഗറ്റ് കുറച്ച് തരാം. ഞാൻ നിങ്ങൾക്ക് 250 ആക്കി തരാം ലൈക്ക് ടാർഗറ്റ്. സോ 250 ലൈക്ക് ടാർഗറ്റ് എപ്പോഴായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നേരമായിരിക്കും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഞാനിപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ചെറുതായിട്ട് ഡൗൺ ആയിട്ട് പോകുന്നുണ്ട്. തന്നെ ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലും ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ടാറ്റാ ബൈ.